എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല. കാരണം പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അത്രയും ആഴത്തിലിറങ്ങിയ ഒരു കൊടിയാണ് അവിടെ നിൽക്കുന്നത്, ഒരു പച്ചക്കൊടി. എന്നേക്കാൾ ഉപരി ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരും അത്രത്തോളം സ്നേഹിച്ച, എൻ്റെ കൈയൊന്ന് മുറിച്ചാൽ ചോര വരുന്നത് പച്ചയായിരിക്കും എന്നാണ് പലരും പറയുക. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരും നിസ്കാരത്തടുമ്പും, അല്ലേ? അതുപോലെ തന്നെ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് വെച്ച ഈ പച്ചക്കൊടിയുടെ മഹാത്മ്യം. ഒരു ജാതിഭേദ മതമന്യേ മനുഷ്യൻ്റെ വേഷവും അവൻ്റെ സംസ്കാരവും അവൻ്റെ സമൂഹവും വളർത്തിയെടുക്കുന്നതാണ് അവൻ ഏത് പാർട്ടിയിൽ, ഏത് മതത്തിൽ, ഏത് സംസ്കാരത്തിൽ വിശ്വസിക്കണമെന്ന്. അതൊരാൾക്കും ഒരാളിൽ മേൽ അടിച്ചമർത്തിക്കപ്പെടാനോ അടിച്ചേൽപ്പിക്കാനോ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ഒരു കുടുംബത്തിൽ പല രീതിയിൽ പല സാഹചര്യത്തിൽ വളർന്നവരാണെങ്കിലും ഇവിടെ നിങ്ങൾ ഒത്തുകൂടി ചേർന്നത് ആ ഒരു കൊടിയുടെ നിറത്തിൻ്റെ പുറത്താണ്. തങ്ങൾ പറഞ്ഞ പോലെ ആശയങ്ങൾ പലതാവാം, വികാരങ്ങൾ പലതാവാം. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഒത്തുചേർന്ന് ഈ ഒരു സമ്മേളനത്തിൽ ഒത്തുചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങളും നമ്മുടെ മനസ്സിലെ സന്ദേശവും ഒരുന്നതായതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നത്. പലരും പല രീതിയിൽ പ്രവർത്തിച്ചവരായിരിക്കാം. ചില ആശയങ്ങൾ നമുക്ക് പാർട്ടിയിലായാലും നമ്മുടെ ഉള്ളിലായാലും വിഭജനങ്ങളുണ്ടായിരിക്കാം. പക്ഷേ തങ്ങളൊരു വാക്ക് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് നമുക്ക് ആർക്കും തിരിച്ചൊന്നും പറയാനില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളോടുള്ള വിശ്വാസം, അദ്ദേഹം നമുക്ക് തിരിച്ചു തരുന്ന ആ ഒരു വിശ്വാസം, അല്ലേ? നമ്മൾ വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ്. മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനോ അവൻ അടിച്ചമർത്തപ്പെടാനോ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താനോ നമ്മൾ ആരും ശ്രമിക്കാറില്ല. അതാണ് മലപ്പുറത്തിൻ്റെ മണ്ണ്, മലബാറിൻ്റെ മണ്ണ്, അല്ലേ? തുടക്കം മുതൽ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അടിച്ചമർത്തപ്പെടലുകളുടെയും അവഗണനകളുടെയും ഒരേ ഒരു നോട്ടം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമാണ് എല്ലാത്തിനും അപ്പുറം. ഒരു ജാതി, ഒരു ദൈവം, ഒരു മനുഷ്യന്, അല്ലേ? ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണെങ്കിൽ അത് സത്യമാണ്. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു? അങ്ങ് കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങി ഇന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുന്നുണ്ട് ഈ പ്രാന്താലയം, ഈ പ്രാന്തന്മാരുടെ ആലയം എന്നുള്ളത്. ഇന്ന് സെക്രട്ടേറിയറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ളതിൽ ഭൂരിഭാഗം മനുഷ്യരും ചുവപ്പിൻ്റെ മണ്ണാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ മാത്രം മതം വിഷം കുത്തി നിറച്ച് മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു തീവ്രവാദിയെപ്പോലെ നമ്മളെപ്പോലെയുള്ള ഒരു സമൂഹത്തെ അവർ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ മണ്ണ് അത് ചുവക്കില്ല, ഇനി അത് ചുവയ്ക്കാനും പോണില്ല. പക്ഷേ മതം പറഞ്ഞ് അതെങ്ങനെ ചുവപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. തുടക്കം മുതൽ അങ്ങ് VS അച്യുതാനന്ദൻ മുതൽ AK ബാലൻ മുതൽ വെള്ളാപ്പള്ളി മുതൽ ഇന്ന് സജി ചെറിയാൻ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആഴത്തിലിരിക്കുന്ന വർഗീയ വിദ്വേഷം അത് എന്ന് മാറും? എവിടെ മാറും? ഇനിയും ആ പാർട്ടിയിൽ വിശ്വസിച്ച് നെഞ്ചോട് ചേർത്ത് ആ കൊടിയെ പിടിച്ച് അതിൻ്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ പലരും ഇവിടെ ഉണ്ടാവും. എല്ലാവരും പാർട്ടി മാറി വരുന്നു. എന്തുകൊണ്ട്? സഹിക്കുന്നില്ല അസഹിഷ്ണുത. സ്വന്തം പാർട്ടിയിൽ പോലും മറ്റുള്ളവന് വില നൽകാതെ അത് അവനവൻ്റേതാണെന്ന് മാത്രം വിശ്വസിച്ച് അതിനെ മുറുകെ പിടിച്ച് നടക്കുന്ന ഒരു സമൂഹം. ആ സമൂഹം ഈ മലപ്പുറത്തെ മണ്ണിലില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഒരു മികവാർന്നൊരു ദൗത്യമാണ്. കാരണം നമുക്കുള്ളിൽ അങ്ങനെ ഒന്നില്ല, അല്ലേ? നമ്മളൊരു പന്തൽ കെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം മുന്നേ TV ചാനൽ പറഞ്ഞ പോലെ ഞാൻ 2 ദിവസം മുമ്പേ സംസാരിച്ചു, തിരുനാവായയിൽ കുംഭമേള നടക്കുന്നുണ്ട്. നടന്നോട്ടെ, നമുക്കെന്താ? 2 പൊരിയും സർബത്തും അച്ചാറും കുടിച്ച് നടക്കണം, 4 കച്ചവടം ഉണ്ടാക്കി നമ്മളെ പോക്കറ്റിൽ പൈസ നിറയ്ക്കണം എന്നല്ലേ നമുക്ക് ആഗ്രഹമുള്ളൂ. പക്ഷെ പുറത്തുനിന്നൊരുത്തം നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്ന എന്താ? ആ മലപ്പുറത്താണ് ആ പരിപാടി നടക്കുന്നത്, എന്താവോ എന്തോ, അല്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു വിഷയമല്ല. അങ്ങ് മമ്പുറം പള്ളിയിൽ വാങ്ങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ കൂടെ പോയാലും ഞാനാണെങ്കിലും ഒരു 2 രൂപ നാണയം ഡെയിലി ഇട്ടു, പടച്ചോനെ നന്നാവണേ, ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണേന്ന്. അത് എൻ്റെ ജാതി എൻ്റെ മതമൊന്നുമില്ല. പടച്ചവന് നമുക്ക് എല്ലാവർക്കും ഒന്നാണ്, നമ്മളെ പഠിച്ചവനാണ്. അവിടെ ഒന്നിൻ്റെ പുറകെ നമ്മളൊരു വർഗീയവാദിയാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരും കാലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും.
നമ്മൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ നിറത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മളെ മാറാൻ പറ്റില്ല. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി വന്നു, പാർട്ടി ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഒന്നും മാറിയിട്ടില്ല. നമ്മൾ തുടങ്ങി വെച്ച ആശയങ്ങൾ നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നലെ AP ഉണ്ണികൃഷ്ണനാണെങ്കിൽ ഇന്ന് AP സ്മിജിയാണ്, നാളെ അത് മറ്റൊരാളായിരിക്കാം, അതങ്ങനെ തന്നെ ആവും. നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊരു വിഷയമല്ല. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് മാത്രം ആശയങ്ങളിലും നിറത്തിൻ്റെയും മണത്തിൻ്റെയും ഗുണത്തിൻ്റെയും പേരിൽ മാറ്റങ്ങളുള്ളൂ. ആ മാറ്റങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. നമ്മുടെ സാഹോദര്യവും നമ്മുടെ മതത്തിൻ്റെയും അതിനപ്പുറത്ത് അതീതമായി തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. ചന്ദനം തൊട്ടവനാണെങ്കിലും നിസ്കാരത്തഴമ്പുള്ളവനാണെങ്കിലും തോളോട് തോൾ ചേർന്നേ നമ്മൾ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോക്ക് ഇനിയും മുന്നേ ഏറി തന്നെ പോകണം, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. സുദീർഘമായി ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഏകദേശം 9 മണിയോടടുത്തു. വരും ഒരു ദിവസങ്ങളിൽ നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും പടച്ച തമ്പുരാൻ എല്ലാവിധ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു.